وعلى آله وصحبه أجمعين. ദുറൂസുൽ അറബിയയിലെ അൽഹംദുലില്ലാ 15ാമത്തെ പാഠമാണ് നമുക്ക് എടുക്കാനുള്ളത്. അതിനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ തുടങ്ങി വെക്കുകയും ചെയ്തു. അന്നാഹിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി വെച്ചത്. ല 3 രൂപത്തിലുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ല 3 രൂപത്തിൽ ഉണ്ട് നമ്മൾ പറഞ്ഞു. ഒന്ന് ഹർഫുൽ ജവാബാണ്, ഉത്തരം നൽകുന്നത്. ഈ പോയോന്ന് ചോദിക്കുമ്പോൾ ഇല്ല, പോയിട്ടില്ല എന്ന് പറയുന്ന ആ രീതിയിലുള്ള ല. രണ്ടാമത്തേത് ല അന്നാഫിയയാണ്, നഫിയ. അത് ഫിഅൽ മുദാരിഇന്റെ ഇതിലാണ് വരിക. എന്നാൽ അതിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, നെഗറ്റീവ് അർത്ഥം ലഭിക്കുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞു. അത് ഇഅ്റാബിൽ അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ ഒന്ന് നമ്മൾ ഇനി പഠിക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് വിശദമായി പറഞ്ഞു. ല നാഹിയാണ്, നഹി. ഇത് ഇല്ല എന്ന് പറയുന്ന ആ ഒരു രീതിയിലുള്ളത്. അത് മാറ്റങ്ങൾ അർത്ഥത്തിലും ഇഅ്റാബിലും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ല തക്തുബ്, നീ എഴുതരുത് എന്നുള്ള കൽപ്പനയാണ് അവിടെ വരുന്നത്. ല യുശ്രിക് ബില്ല, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. അങ്ങനെ ഉള്ള രീതിയിലുള്ള അതാണ്. അതേപോലെ തന്നെ അത് ഫിഅൽ മുദാരിഇലാണ് വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് എന്ത് ചെയ്യും? മജ്സൂം ചെയ്യും എന്നുള്ളത് നമ്മൾ കൂടെ പറഞ്ഞു. ലാ തക്തുബ് എന്ന് പറഞ്ഞ ഫിഅലുൻ മുദാരിഉൻ മജ്സൂമുൻ അല്ലെ, ഫിഅലു മുദാരിഉൻ മജ്സൂമുൻ വഅലാമത്തു ജസ്മിഹി അസ്സുകൂൻ എന്നുള്ള രീതിയിലാണ് അത് വരിക. ഇതൊക്കെയാണ്. അതേപോലെ തന്നെ മുഖാത്തബിലാണ് അത് വരുന്നത് എന്ന് നമ്മൾ, ഫിഅൽ മുദാരി മുഖാത്തബിലാണ് വരുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓർമ്മ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. അതൊന്ന് നമ്മൾ ഒന്ന് റിവൈസ് ചെയ്ത് എടുക്കണം. ഇൻഷാ അല്ലാഹ് നമ്മൾ പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അദ്ദറസു അൽ ഖാമിസ് അശർ, 15ാമത്തെ പാഠമാണ്. അൽ മുദരിസ്, കഴിഞ്ഞ പാഠത്തിന്റെ അതേ തുടർച്ച തന്നെയാണ് ഇവിടെ ഉള്ളത്. അൽ മുദരിസ്, അധ്യാപകൻ. ഐന തദ്ഹബു യാ അബാബക്കർ, അബൂബക്കർ നീ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കാൻ. അപ്പൊ അബൂബക്കർ പറഞ്ഞു അദ്ഹബു ഇലൽ മുദീരി, അദ്ഹബു ഇലൽ മുദീരി, ഞാൻ പ്രിൻസിപ്പളുടെ അടുത്തേക്കാണ് പോകുന്നത് എന്നാണ്. അദ്ഹബു എന്ന് പറഞ്ഞ എന്താ? ഫിഅലു മുദാരി ആണ് അല്ലെ? അദ്ഹബു ഫിഅലു മുദാരി മർഫൂഉൻ വഅലാമത്തു റഫ്ഇഹി അദ്ദമ്മ. ഇല എന്നുള്ളത് ഹർഫ് ജർ. മുദീർ മജ്റൂർ. ഓക്കെ. അടുത്തത് അൽ മുദരിസ്, അധ്യാപകൻ. ലാ തഖ്റുജ് മിനൽ ഫസ്ലി അൽആൻ ഇദ്ഹബ് ഇലൈഹി ബഅദ ദർസ്. ലാ തഖ്റുജ്, നീ പുറത്തു പോകരുത്. മിനൽ ഫസ്ലി, ക്ലാസ്സിൽ നിന്ന്. അൽആൻ, ഇപ്പോൾ. ഇദ്ഹബ്, നീ പോവുക. ഇലൈഹി, അദ്ദേഹത്തിന്റെ അടുത്തേക്ക്. ബഅദ ദർസി, ഈ പീരീഡിന് ശേഷം, അല്ലെങ്കിൽ ഈ ക്ലാസ്സിന് ശേഷം എന്നാണ്. ലാ തഖ്റുജ് എന്നാണ്. ഇവിടെ ലാ എന്നുള്ളത് ഹർഫുൻ നാഹിയയാണോ ഹർഫുൻ നാഫിയാണോ? നാഹിയാണ് അല്ലെ? ലാ തഖ്റുജ് എന്നാണ്. ലാ ലാ തഖ്റുജ്, ലാ തഖ്റുജ്, നീ പോകരുത് അല്ലെ? അപ്പൊ അവിടെ എന്താ വരിക? ഫിഅലു മുദാരിഉൻ മജ്സൂമുൻ വഅലാമത്തു ജസ്മിഹി
وعلامة جزمه എന്താണ് സുക്കൂൻ സുക്കൂൻ السكون وعلامة جزمه السكون എന്നുള്ളതാണ് അല്ലേ മിൻ എന്നുള്ളത് ഇവിടുത്തെ ഫായിൽ ഏതാ അന്ത أنت ആ تقديره أنت ضمير مستتر ضمير مستتر تقديره أنت أنت لا لا تخرج എന്തായിരുന്നു لا تخرج من الفصل من جر حرف جر الفصل ومجرور اسم مجرور من الفصل لا تخرج من الفصل الآن എന്നുള്ള അല്ലേ الآن ظرف ആണ് ظرف الآن എന്നുള്ളത് ظرف ആണ് അല്ലേ ഇനി അടുത്തത് മിനൽ ഫസ്ലി അഫൻ ഇദ്ഹബ് ഇലൈഹി ബഅദ ദർസി എന്നുള്ളതാണ് അല്ലേ ഇദ്ഹബ് എന്താണ് فعل أمر فعل فعل أمر أمر مبني على السكون ഫിഅലുൻ أمر അംർ مبني على السكون മബ്നിയുൻ على السكون അല സുക്കൂൻ ഫിഅലു അംർ മബ്നിയുൻ അല സുക്കൂൻ പിന്നെ അന്ത അതിന്റെ മുന്നേ ഫായിലുണ്ട് ഫായില് ضمير مستتر تقديره أنت തഖ്ദീറുഹു അന്ത أنت ഇദ്ഹബ് ഇലൈഹി എന്നാണ് അല്ലേ ഇല جر ഹർഫു ജർ കാണുന്നുണ്ടല്ലോ അല്ലേ ഹി എന്നുള്ളത് اسم مجرور മുൻ മജ്റൂർ ഇസ്മുൻ മജ്റൂർ مجرور പിന്നെന്താണ് ബഅദ ظرف ബഅദ ظرഫാണ് الدرس مضاف എന്താ إليه مضاف أيوة إليه مضاف إليه مضاف إليه لا تخرج فعل مضارع مجزوم وعلامة جزمه السكون ഇത് മജ്സൂം ആവാനുള്ള കാരണം ലാ എന്നുള്ള ഹർഫു ലാ അന്നാഫിയ വന്നതുകൊണ്ട് അല്ല സോറി ലാ അന്നാഹിയ വന്നതുകൊണ്ട് ആണ് മജ്സൂം ആയത് അടുത്ത ഫായില് ضمير مستتر تقديره أنت من حرف جر الفصل اسم مجرور الآن ظرف اذهب فعل أمر مبني على السكون فاعل ضمير مستتر تقديره أنت إلى إن لدى حرف جر هي إن لدى اسم مجرور بعد ظرفان الدرس مضاف إليه അപ്പൊ ഹുമയൂൺ പറയാണ് യാ ഉസ്താദു അന ത്വാലിബുൻ ജദീദുൻ ഐന അജ്ലിസു അജ്ലിസു ഹുന അമാമക് എന്നാണ് യാ ഉസ്താദേ അന ത്വാലിബുൻ ജദീദുൻ ഞാൻ പുതിയ വിദ്യാർത്ഥിയാണ് അന എന്നുള്ളത് എന്താ മുബ്തദ ത്വാലിബുൻ خبر ഖബർ ജദീദ് نعت നഅത്താണ് ജദീദ് നഅത്താണ് ഐന അജ്ലിസു ഞാൻ എവിടെയാണ് ഇരിക്കേണ്ടത് അഅജ്ലിസു ഹുന അമാമക് അഅജ്ലിസു ഹുന അഅജ്ലിസു ഞാൻ ഇരിക്കട്ടെയോ ഹുന ഇവിടെ അമാമക് താങ്കളുടെ മുമ്പിൽ ഇവിടെ ഇരിക്കട്ടെയോ എന്നാണ് അപ്പോൾ അവിടെ അധ്യാപകൻ കൊടുക്കുന്ന മറുപടി ലാ ലാ തജ്ലിസ് ഹുന
ഹാദാ മഖ്അദു ഹിശാമിൻ വഹുവ ഗായിബുൻ അൽയൗം ഇജ്ലിസ് ഹുനാക ഖൽഫ ഹാമിദിൻ. എന്താണ്? ലാ ലാ തജ്ലിസ് ഹുന. ഇവിടുത്തെ ലാ എന്നുള്ള ആദ്യത്തെ ലാ എന്താണ്? ഹർഫുൽ ജവാബാണ് അല്ലെ? ജവാബ്. ഇജ്ലിസു, ഞാൻ ഇരിക്കട്ടെയോ, ഹുന ഇവിടെ, ഞാൻ ഇവിടെ ഇരിക്കട്ടെ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണത് ലാ, ഇല്ല. ലാ തജ്ലിസ്, നീ ഇരിക്കരുത്. ലാ തജ്ലിസ്, നീ ഇരിക്കരുത് എന്നുള്ളത് എന്താണ്? ഫിഅലുൻ മുദാരിഉൻ മർഫൂഉൻ വഅലാമത്തു റഫ്ഇഹി മജ്സൂമുൻ സോറി മജ്സൂം വഅലാമത്തു ജസ്മിഹി അസ്സുകൂൻ. ഫാഇൽ ضمير മുസ്തതിർ തഖദീറുഹു അൻത എന്നുള്ളതാണ് അല്ലേ? ലാ തജ്ലിസ് ഹുന, ഇവിടെ ഇരിക്കരുത് എന്നുള്ളതാണ് അല്ലേ? ഹുന ലാ എന്നുള്ളത് തജ്ലിസ് ഇസ്മു ഇഷാറ. എങ്ങനെ? ഹുന ലൊർഫാണോ? ഹുന എന്നുള്ളത് ദർഫാണ്. ലാ തജ്ലിസ് ഫിഅലു മുദാരി മജ്സൂമു വഅലാമത്തു ജസ്മിഹി അസ്സുകൂൻ. ഹുന എന്നുള്ളത് ദർഫ് ആണ് അവിടെ. പിന്നെ ഹാദ എന്നുള്ളത് ഇസ്മു ഇഷാറ. ഹാദ എന്നുള്ളത് ഇസ്മു ഇഷാറ മുബ്തദ ആണ് കേട്ടോ. അവിടെ മുബ്തദ ആണ്. മഖഅദ് എന്നുള്ളത് ഖബർ. മഖഅദ് എന്ന് പറഞ്ഞ സീറ്റ് എന്നാണ്. മഖഅദ് സീറ്റ്, അത് ഖബറാണ്. ഹിഷാമിൻ എന്നുള്ളത് എന്താവും? ഇലൈഹി. മുദാഫുൻ ഇലൈഹി. മുദാഫുൻ ഇലൈഹി. വഹുവ ഗായിബുൻ അൽയൗം എന്നാണ്. വഹുവ മുബ്തദ ആണ്, ഗായിബ് ഖബറാണ്, അൽയൗം എന്നുള്ളത് ദർഫ് ആണ്. ഇജ്ലിസ് ഹുന ഖൽഫ. മഖഅദ് ദർഫാവും. മഖഅദ് ദർഫാണോ ഇരിപ്പിടം എന്നുള്ള ഒരു സ്ഥലം അല്ല 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 അല്ല. ഇവിടെ മഖഅദ് ഖബറാണ്. ഹാദ എന്നുള്ള മുബ്തദന്റെ ഖബറാണ് മഖഅദ്. അടുത്ത സെന്റൻസ് ആണത്. ലാ തജ്ലിസ് ഹുന ഹാദാ മഖഅദു ഹിശാമിൻ വഹുവ ഗായിബുൻ അൽയൗം എന്നുള്ളത്. ഇജ്ലിസ് ഹുന ഖൽഫ ഹാമിദിൻ, നീ അവിടെ ഹാമിദിന്റെ ബാക്കിൽ ഇരിക്കൂ എന്നുള്ളതാണ്. അപ്പൊ അവിടെ ബഷീർ പിന്നെ അടുത്ത അത് ബഷീറാണ്. ആഖുദു ഹാദിഹി ദഫാതിറ യാ ഉസ്താദു. ആഖുദു, ഞാൻ എടുക്കട്ടെയോ, ഹാദിഹി ദഫാതിർ, ഈ നോട്ട്ബുക്ക്, യാ ഉസ്താദ്, ഉസ്താദെ ഞാൻ ഈ നോട്ട്ബുക്ക് എടുക്കട്ടെയോ എന്നുള്ളതാണ്. പേജ് നമ്പർ 106 എടുക്കുക. 106 അതിൽ 7ാമത്തെ തംരീൻ. 7ാമത്തെ തംരീൻ കണ്ടില്ലേ? ഹുവ യക്തുബു, അവൻ എഴുതുന്നു. അൻത തക്തുബു, നീ എഴുതുന്നു അല്ലെ? അന അക്തുബു, ഞാൻ എഴുതുന്നു. അന അക്തുബു, ഞാൻ എഴുതുന്നു. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന രൂപമാണ്. ഹുവ യഅ്കുലു, അവൻ തിന്നുന്നു അല്ലെ? ഹുവ യഅ്കുലു, അവൻ തിന്നുന്നു. അൻത തഅ്കുലു, നീ തിന്നുന്നു. അന അഅ്കുലു എന്നാണ്. അഅ്കുലു എന്നുള്ളതാണ്. അതായത് 2 ഹംസകൾ ഒരുമിച്ച് വന്നാൽ ഒന്നാമത്തേതിന് ഫത്ഹും രണ്ടാമത്തേതിന് സുക്കൂനും ആയാൽ അതിന് എന്ത് ചെയ്യും? ആ എന്നുള്ള ഉച്ചാരണം വരും. ആ എന്നുള്ളത് ആക്കി മാറ്റും. അപ്പോ അഖുദു അല്ലെ? ഒന്നാമത്തേതിന് ഫത്ഹ്. 2 ഹംസ ഒരുമിച്ച് വന്നാൽ ഒന്നാമത്തേതിന് ഫത്ഹും രണ്ടാമത്തേതിന് സുക്കുനും വന്നു കഴിഞ്ഞാൽ അതെന്താവും? ആ എന്നാക്കി മാറ്റും. ആകുലു, ആകുലു എന്നാണ്. അകുലു എന്നുള്ളത് ആകുലു എന്നാക്കി മാറ്റും. അപ്പോ അന ആകുലു, ഞാൻ തിന്നുന്നു, ഞാൻ തിന്നുന്നു എന്നാണ്. ഹുവ തഅഖുദു, അവൻ എടുക്കുന്നു. അൻത തഅഖുദു, നീ എടുക്കുന്നു. അന അഅഖുദു എന്നുള്ളത് എന്താവും? അന ആഖുദു എന്നാവും. അന ആഖുദു, ഞാൻ എടുക്കട്ടെയോ എന്നുള്ള, അന ആഖുദു, ഞാൻ എടുക്കുന്നു എന്നുള്ള രീതിയിലേക്ക് അത്
മാറും. അവിടെ അത് തന്നെയാണ് ഇവിടെ ഈ പാഠത്തിലും ഉള്ളത്. ഇനി പാഠത്തേക്ക് തിരിച്ചു വരാം. ആഹുദു ഞാൻ എടുക്കട്ടെയോ എന്നുള്ളതാണ്. അഹുദു എന്നാണ് ശരിക്ക്. അഹുദു എന്നാണ്. അ അ ഇ ഹു ദു എന്നുള്ളതാണ്. അ ഇ ഹു ദു എന്നുള്ളതാണ്. 3 ഹംസ വരുന്നുണ്ട്. ഇതെന്താണ്? ഇത് ചോദ്യത്തിൻ്റെതാണ്. ഇത് ചോദ്യത്തിൻ്റെയാണ്. ഇത് അങ്ങനെ തന്നെ നിൽക്കും. പിന്നെ ഇവിടെയുള്ള ആദ്യത്തെ ഒരു ഹംസയും ഒരു സുക്കൂനുമാണ്. ഹംസക്ക് ഫത്ഹും സുക്കൂനുമാണ്. അപ്പൊ അതെന്തായി മാറും? ആ എന്നുള്ളതായി മാറും. ഈ ചോദ്യത്തിന്റെ ഹംസ അത് അവിടെ തന്നെ ഉണ്ടാവും. ആഹുദു ആഹുദു ഞാൻ എടുക്കട്ടെയോ. ആഹുദു ഞാൻ എടുക്കട്ടെയോ. ഹാദിഹി ദഫാത്തിറ ഈ നോട്ട്ബുക്കുകൾ. യാ ഉസ്താദ് ഉസ്താദെ ഈ നോട്ട്ബുക്കുകൾ ഞാൻ എടുക്കട്ടെയോ എന്നാണ്. അപ്പോ ഉസ്താദ് മറുപടി പറയുന്നു ലാ ഇല്ല, വേണ്ട എന്നുള്ളതാണ്. ലാ തഖുദ്ഹാ ലാ തഖുദ് നീ എടുക്കരുത്. അത് എന്നുള്ളതാണ്. ലാ തഖുദ് നീ എടുക്കരുത്. അവിടെ എന്താണ്? ഫിഅൽ മുദാരി മജ്സൂമുൻ വഅലാമത്തു ജസ്മിഹി അസ്സുകൂൻ. ഫാഇൽ ളമീറുൻ മുസ്തതിർ തഖ്ദീറുഹു അൻത. അൻത എന്നുള്ളതാണ്. യൻദുറു ഫീ ദഫ്തരിൻ യൻദുറു ഫീ ദഫ്തരിൻ അതായത് അധ്യാപകൻ നോട്ട്ബുക്കിലേക്ക് നോക്കിക്കൊണ്ട്. യൻദുറു നോക്കുന്നു, ഫീ ദഫ്തരിൻ നോട്ട്ബുക്കിൽ. അപ്പൊ നോട്ട്ബുക്കിൽ നോക്കിക്കൊണ്ട് എന്ത് ചെയ്തു? ലാ ആഖുദ് എന്ന് എന്ത് ചെയ്തു? പറഞ്ഞു. നോട്ട്ബുക്ക് ഇങ്ങനെ കറക്ഷൻ ചെയ്യുന്നതിന്റെ ഇടയിൽ അതിലേക്ക് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് എന്ത് ചെയ്തു? എടുക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു യാ അബ്ദുറഹ്മാൻ യാ അബ്ദുറഹീം അബ്ദുറഹീം എന്ന് നോട്ട്ബുക്ക് ഇങ്ങനെ നോക്കിയിട്ട് എന്ത് ചെയ്യാണ്? അബ്ദുറഹീമിനെ വിളിക്കുകയാണ്. ലാ തക്തുബിൽ അജ്വിബത ബിൽ ഖലമിൽ അഹ്മർ എന്നാണ്. ലാ തക്തുബ് നീ എന്ത് ചെയ്യരുത്? എഴുതരുത്. ലാ തക്തുബ് നീ എഴുതരുത്. അൽ അജ്വിബത ജവാബും ജമു അജ്വിബത്ത് ആൻസറുകൾ ഉത്തരങ്ങൾ. ബിൽ ഖലമിൽ അഹ്മരി എന്ത്? റെഡ് കളർ പെന്നുകൊണ്ട് നീ എന്ത് ചെയ്യരുത്? ഉത്തരങ്ങൾ എഴുതരുത് എന്നാണ്. ലാ തക്തുബ് എന്താ? ഫിഅൽ മുദാരി ഫിഅലുൻ മുദാരിഉൻ മജ്സൂമുൻ മജ്സൂമുൻ വഅലാമത്തു ജസ്മിഹി ജസ്മിഹി അസ്സുകൂൻ. السكون فاعل ضمير مستتر ضمير تقديره مستتر تقديره أنت. أنت എന്നുള്ളതാണ്. പിന്നെ അൽ അജ്വിബത مفعول به مفعول به منصوب وعلامة نصبه الفتحة. بالقلم ب حرف جر ب حرف جر القلم اسم مجرور اسم مجرور. الأحمر القلم الأحمر ده نعت نعت مجرور. نعت مجرور അല്ലേ? അപ്പോ അഹ്മർ എന്നുള്ളത് മംനൂഉം മിന സർഫിൽ പെട്ടതല്ലേ? അപ്പൊ എങ്ങനെ അഹ്മരി എന്ന് വരിക? അല്ല് വന്നു കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ അല്ല് വന്നു കഴിഞ്ഞാൽ അത് കെസുർ സ്വീകരിക്കും എന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ആ നിലക്കാണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലെ? അപ്പോ ലാ തക്തുബിൽ അജ്വിബത ബിൽ ഖലമിൽ അഹ്മർ റെഡ് കളർ പെന്ന് കൊണ്ട് എന്ത് ചെയ്യരുത്? ഉത്തരം എഴുതരുത്. അൽ മുദർരിസ് ഹുവല്ലദീ യക്തുബു ബിൽ ഖലമിൽ അഹ്മരി. അൽ മുദർരിസ് അധ്യാപകനാണ്. ഹുവല്ലദീ യക്തുബു ബിൽ ഖലമിൽ അഹ്മർ അധ്യാപകനാണ് എന്ത് ചെയ്യേണ്ടത്? റെഡ് കളർ പെന്നുകൊണ്ട് എഴുതേണ്ടത് എന്ന് എന്ത് ചെയ്യാണ്? അവിടെ വെച്ച് പറയണം. പാഠം ഇൻഷാ അല്ലാഹ് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇനി തംരീനിലേക്ക് വരാം. പേജ് നമ്പർ 104. ഒന്നാമത്തെ തംരീൻ ഇൻഷാ അല്ലാഹ് പാഠം കഴിഞ്ഞിട്ട് പറയാം. രണ്ടാമത്തേത് ഇഖ്റ മാ യലി. തദ്ഹബു ലാ തദ്ഹബ് തക്തുബു ലാ തക്തുബ് തശ്റബു ലാ തശ്റബ് എന്നുള്ളത് അത് ലാ അന്നാഹിയന്റെ ഉദാഹരണങ്ങൾ അവിടെ കൊടുത്തതാണ്. ഒന്നാമത്തെ നോക്ക്. യാ മൂസ അൻത മരീദുൻ ഫലാ തഖ്റുജ് മിനൽ ബൈതി വലാ തദ്ഹബ് ഇലൽ മദ്റസതി വലാ തൽഅബ് ഫിശ്ശാരിഇ. ല്ലേ? യാ മൂസ മൂസ യാ എന്നുള്ളത് ഹർഫുൻ നിദ, മൂസ എന്നുള്ളത് മുനാദ, അൻത എന്നുള്ളത് എന്താണ്? അൻത മുബ്തദ ആണോ? മുബ്തദ ആണ്. മരീദുൻ ഖബർ. ഖബർ.
ഫലാ തഖ്റുജ് ഫ എന്നുള്ളത് പിന്നെ ഇത് എന്താണ് عطف വത്ഫ عطف അത് അത്ഫ് അഫ്വാൻ ഓർമ്മയിലുണ്ട് വരുന്നില്ല ലാ തഖ്റുജ് എന്താ ഫിഅ്ലു മുളാരി ഫിഅൽ മുദാരി മജ്സൂം مجزوم وعلامة جزمه സുകൂൻ السكون فاعل ضمير مستتر تقديره أنت من حرف جر البيت എന്നുള്ളത് اسم مجرور ولا تخرج واو അത്ഫാണ് ولا تذهب അതേപോലെ തന്നെ ലാ തദ്ഹബ് നീ പോകരുത് എന്നാണ് അതും അതേപോലെ തന്നെയാണ് റിപ്പീറ്റേഷൻ ആണ് വരുന്നത് അപ്പോ യാ മൂസ മൂസ അൻത മരീദുൻ നീ രോഗിയാണ് ഫലാ തഖ്റുജ് അതുകൊണ്ട് നീ എന്ത് ചെയ്യരുത് നീ പുറത്തിറങ്ങരുത് മിനൽ ബൈത്തി വീട്ടിൽ നിന്ന് വലാ തദ്ഹബ് നീ പോവും ചെയ്യരുത് ഇലൽ മദ്റസതി സ്കൂളിലേക്ക് നീ പോവും ചെയ്യരുത് വലാ തൽഅബ് ഫിശ്ശാരിഇ അതേപോലെ തന്നെ റോട്ടിൽ നിന്നിട്ട് കളിക്കും ചെയ്യരുത് എന്നുള്ളതാണ് രണ്ടാമത്തത് ലാ തജ്ലിസ് ഫി ത്വരീഖി നീ വഴിയിൽ ഇരിക്കരുത് ഇവിടെ പിന്നെ ലാ നാഹിയന്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ കൊണ്ടുവരുന്നത് ലാ തജ്ലിസ് നീ ഇരിക്കരുത് ഫിഅലുൻ മുളാരിഉൻ മജ്സൂമുൻ വഅലാമതു ജസ്മിഹി അസ്സുകൂൻ ഫി എന്നുള്ളത് ഹർഫു ജർ അത്വരീഖ് ഇസ്മുൻ മജ്റൂർ ഇഫ്തഹിൻ നവാഫിദത വലാ തഫ്തഹിൽ ബാബ് ഇഫ്തഹ് നീ തുറക്ക് ല്ലേ ഫിഅലു അംർ മബ്നിയുൻ അല സുക്കൂനാണ് അന്നവാഫിദ പിന്നെ ജനലുകൾ ല്ലേ ജനലുകൾ നീ എന്ത് ചെയ്യരുത് നീ തുറക്ക് വലാ തഫ്തഹ് നീ എന്ത് ചെയ്യരുത് തുറക്കരുത് അൽ ബാബ വാതില് ഡോർ എന്ത് ചെയ്യരുത് നീ തുറക്കരുത് എന്നാണ് ലാ തളഹക് ഫിൽ ഫസ്ലി ലാ തളഹക് ലഹിക എന്ന് പറഞ്ഞാൽ ചിരിച്ചു എന്നാണ് ലാ തളഹക് നീ ചിരിക്കരുത് ഫിൽ ഫസ്ലി ക്ലാസ്സിൽ നീ ചിരിക്കരുത് ലാ തഅകുൽ ഫിശ്ശാരിഇ റോട്ടിൽ ഇരുന്ന് എന്ത് ചെയ്യരുത് നീ കഴിക്കരുത് ഭക്ഷണം കഴിക്കരുത് ലാ തക്ദിബ് നീ കളവ് പറയരുത് ലാ തഹ്ലിഖ് ലിഹ്യതക ലാ തഹ്ലിഖ് നീ ഷേവ് ചെയ്യരുത് ലിഹ്യതക നിന്റെ താടി എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കൂടിയാണ് 24ഓളം ഹദീസ് എന്ത് ചെയ്തിട്ട് താടി വളർത്തണം എന്നാണ് ഷേവ് ചെയ്യുക വടിക്കുക എന്നുള്ളത് ഹറാമാണ് എന്ന് പ്രത്യേകം വന്നതും നമുക്ക് കാണാൻ കഴിയും എട്ടാമത്തത് ലാ തസ്അൽനി ഹാദ സുആൽ അല്ലേ ലാ തസ്അൽനി ഹാദ സുആൽ ലാ തസ്അലി എന്നാണ് വരിക അവിടെ നൂനുൽ വിഖായ അവിടെ ചേർത്തു നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് ലാ തസ്അൽനി എന്നോട് ചോദിക്കരുത് ഹാദ സുആൽ ഈ ചോദ്യം എന്നോട് ചോദിക്കരുത് ലാ തദ്രിബ് ജമീലക നീ നിന്റെ കൊളീഗിനെ നീ നിന്റെ കൂട്ടുകാരനെ അടിക്കരുത് ഖാല ഇബ്രാഹിം അലൈഹിസ്സലാം ലി അബീഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ഉപ്പയോട് പറഞ്ഞു യാ അബതി ലാ തഅബുദി ശൈത്താൻ 4 തവണ ഈ സൂറത്തു കമാ ജാഅ ഫി സൂറത്തിൽ മറിയം സൂറത്തു മറിയമിൽ വന്നതുപോലെ 4 തവണ യാ അബത്തി എന്ന് വിട്ടിട്ടുണ്ട് യാ അബത്തി എന്ന് പറഞ്ഞാൽ യാ അബി എന്റെ ഉപ്പ എന്നാണ് അർത്ഥം യാ അബത്തി എന്ന് പറഞ്ഞാൽ എന്റെ ഉപ്പ എന്നാണ് അർത്ഥം അവിടെ യാ ഇടേണ്ട ആവശ്യമില്ല അബത്തി എന്ന് വിളിക്കണ്ട അബത്തി എന്ന് വിളിച്ചാൽ തന്നെ എന്തായി എന്റെ ഉപ്പ എന്നർത്ഥമായി അതായത് അബീ എന്ന് വിളിക്കുന്നത് പോലെ തന്നെയാണ് അബതി എന്നുള്ളത് യാ അബതി എന്റെ ഉപ്പ ലാ തഅബുദ് നിങ്ങൾ ആരാധിക്കരുത് ഷൈത്താനെ അതായത് ഇവിടെ 2 സുക്കൂൻ അടുപ്പിച്ച് വന്നപ്പോൾ ആദ്യത്തേന് എന്ത് കൊടുത്തു കെസർ കൊടുത്തു ലാ തഅബുദി ഷൈത്താന ലാ തഅബുദി ഷൈത്താന ഷൈത്താനെ നിങ്ങൾ എന്ത് ചെയ്യരുത് ആരാധിക്കരുത് അതേപോലെ തന്നെ ഖുർആനിൽ ഒരുപാട് ഇതേപോലെ വന്നത് കാണാം ലാ തുശ്രിക് ബില്ലാ നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത് ലാ തശ്റബിൽ ഖംറ നീ മദ്യം കുടിക്കരുത് അതേപോലെ തന്നെ പലിശ നീ തിന്നരുത് ലാ തഅകുലിൽ റിബ നീ എന്ത് ചെയ്യരുത് പലിശ തിന്നരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ കഴിയും മൂന്നാമത്തെ തംരീൻ അദ്ഖിൽ ലാ അന്നാഹിയ അലൽ അഫ്ആലിൽ ആതിയ വദ്ബിത് അവാഖിറഹ അവസാനം വ്യക്തമാക്കിക്കൊണ്ട് അതായത് അവസാനത്തിൽ നമ്മൾ പറഞ്ഞു ലാ നാഹിയ വരുമ്പോ അവസാനത്തിൽ എന്താ വരിക സുക്കൂനാണ് വരിക അല്ലെ അത് വ്യക്തമാക്കിക്കൊണ്ട് എന്ത് ചെയ്യാണ് ഇവിടെ തന്നിരിക്കുന്ന ഓരോന്നിന്റെയും ലാ അന്നാഹിയ ചേർത്ത് എഴുതാനാണ്
തദ്ഖുൽ ലാ തദ്ഖുൽ, തസ്മഅ ലാ തസ്മഅ, തൻസിൽ ലാ തൻസിൽ, തഖ്തുൽ ലാ തഖ്തുൽ, തഖ്തുൽ എന്ന് പറഞ്ഞാൽ കൊല്ലുക, തഅഖുദ് ലാ തഅഖുദ്, തഖ്തഅ, തഖ്തഅ പറഞ്ഞാൽ മുറിക്കുക എന്നുള്ളതാണ്, ലാ തഖ്തഅ, തർക്കബ് എന്ന് പറഞ്ഞാൽ കയറുക, ലാ തർക്കബ്, തർഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുക അല്ലെങ്കിൽ ഉയർത്തുക എന്നൊക്കെയുള്ള അർത്ഥമാണ്, ലാ തർഫ എന്നുള്ള ഇത്. പിന്നെ നാലാമത്തെ തംരീൻ, പിന്നെ ലാ നാഫിയയും നാഹിയയും തമ്മിലുള്ള വ്യത്യാസമാണ് അവിടെ വരുന്നത്. ലാ നാഫിയയും ലാ നാഹിയയും തമ്മിലുള്ള വ്യത്യാസം. യാ അഹ്മദു ലാ തദ്ഹബ്, യാ അഹ്മദു ലാ തദ്ഹബ്, പിന്നെ അഹ്മദ് നീ എന്ത് ചെയ്യരുത്, നീ പോകരുത്. അതിന്റെ ജമ രൂപമാണ്, സോറി വ്യത്യാസമല്ല കേട്ടോ, ജമഇന്റെ രൂപമാണ്. യാ അഖ്വാനു ലാ തദ്ഹബൂ എന്നുള്ളതാണ്, ലാ തദ്ഹബൂ എന്നുള്ളതാണ്. ഫിഅൽ മുളാരി മജ്സൂമുൻ വഅലാമത്തു ജസ്മിഹി ഹദ്ഫുൻ നൂൻ എന്നുള്ളതാണ് അവിടെ വരിക അല്ലേ. യാ മറിയമു ലാ തദ്ഹബി, ലാ തദ്ഹബി എന്നാണ് അവിടെ ജസ്മ് ചെയ്യുന്ന അടയാളം, ഹദ്ഫുൻ നൂനാണ്. യാ അഖവാതു ലാ തദ്ഹബ്ന, ലാ തദ്ഹബ്ന. അപ്പോൾ ആ രൂപങ്ങൾ അവിടെ അതിന്റെ വ്യത്യാസങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നിട്ടുള്ളത്. അഞ്ചാമത്തെ തംരീന് പിന്നെ യോജിച്ച പിന്നെ ഫിഅലു മുദാരിഅ ലാ നാഹിയ ചേർത്ത് എഴുതാനാണ് അവിടെ ഉള്ളത്. പിന്നെ യാ സൈനബു ലാ ഡാഷ് അന്നാഫിദത എന്നുള്ളതാണ്. യാ സൈനബു ലാ ഡാഷ് അന്നാഫിദത എന്നാണ്. അപ്പൊ എന്ത് ചെയ്ത്, നീ തുറക്കരുത് എന്നാണ് പറയുന്നത്. സൈനബ് നീ എന്ത് ചെയ്യരുത്, ജനലുകൾ തുറക്കരുത് എന്നാണ് വരേണ്ടത്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം, യാ സൈനബ് ലാ ലാ തഫ്തഹി തഫ്തഹി, ലാ തഫ്തഹി എന്നാണ്, പെണ്ണിനോടാണ്. ലാ തഫ്തഹി അന്നവാഫിദത, അന്നവാഫിദത, നീ ജനൽ തുറക്കരുത് എന്നാണ്. ഇങ്ങനെ യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ലാ തഅബുദിശ് ശൈത്വാൻ, നീ എന്ത് ചെയ്യരുത്, ഷെയ്ത്താനെ ആരാധിക്കരുത്. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലം തന്റെ വാപ്പനോട് പറഞ്ഞാണ്, യാ അബതി ലാ തഅബുദുശ് ശൈത്താൻ, നീ ഷെയ്ത്താനെ ആരാധിക്കരുത് എന്നുള്ളത്. അപ്പോ ബാക്കിയുള്ളത് എന്ത് ചെയ്യണം, അതിന് യോജിച്ച ഫിഅ്ലു മുദാരിഅ അവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ആ 10 എഴുതണം. ആറാമത്തെ തംരീൻ പിന്നെ നാഹിയയും നാഫിയയും തമ്മിലുള്ള വ്യത്യാസമാണ്. ലിമല തഅകുലു യാ അഖി, നീ എന്തുകൊണ്ടാണ് തിന്നാത്തത് എന്നാണ്. ലിമ ലാ തഅകുലു, അവിടെ അവസാനത്തിൽ എന്തില്ല, ജസ്മില്ല. കാരണം എന്താ, ആ ലാ എന്താണ്, എന്തിന്റെയാണ്, നാഫിയന്റെ ആണ്. ലാ ലിമ എന്തുകൊണ്ടാണ്, ലാ തഅകുലു തിന്നാത്തത്, യാ അഖി എന്നുള്ളതാണ്. അപ്പോ അവിടെ നാഹിയയിലേക്ക് വരുമ്പോ ലാ തഅകുൽ നീ തിന്നരുത്, ഹാദാ ഇത്, യാ അഖി അഖി സഹോദര നീ ഇത് തിന്നരുത്. അലാ തദ്ഹബു ഇലൽ മൽഅബി, നീ കളിസ്ഥലത്തേക്ക് പോകുന്നില്ലേ എന്നുള്ളതാണ്. അലാ തദ്ഹബു, നീ കളിസ്ഥലത്തേക്ക് പോകുന്നില്ലേ. ലാ തൽഅബ്, നീ പോകരുത്, ഇലൽ മൽഅബി, കളിസ്ഥലത്തേക്ക് നീ പോകരുത് എന്നുള്ളതാണ്. ഏഴാമത്തെ തംരീന് നമ്മൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് എട്ടാമത്തേത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോ ഈ ഒരു കുറച്ച് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങളൊക്കെ നമ്മൾ ഇതുവരെ വായിച്ച പാഠത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് വായിച്ചു നോക്കുക. ഈ തംരീന് നമ്മൾ ശരിക്ക് എഴുതുക. ഇതുവരെയുള്ള എല്ലാ തംരീനുകളും ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ നമുക്ക് ഒന്നുകൂടി അതെന്താവും, ഒന്ന് തറ ആയി മനസ്സിലൊന്ന് ഉറക്കും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുള്ള ഭാഷയിൽ പഠിക്കാനും കൂടുതൽ ദീനിനെ അത് മുഖാന്തരം അറിയാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അല്ലാഹു തആല അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.